2017-18 കാലഘട്ടം ഞാൻ ഡിഗ്രി സെക്കൻഡ് സെമസ്റ്റർ പഠിച്ചിരിക്കുന്ന സമയം കേട്ടോ. ഞങ്ങൾ ക്ലാസ്സിൽ ഒരു പുതിയ അഡ്മിഷൻ വന്നു, വലിയ കണ്ണടക്ക് വെച്ചിട്ട് കുറച്ച് ഗൗരവമായിട്ടുള്ള കുട്ടി. അതെ, എൻ്റെ ഫസില. ഇപ്പോൾ ഏകദേശം 7 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ 7 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് എൻ്റെ ലൈഫിലുള്ള എല്ലാ അപ്പ് ആൻഡ് ഡൗൺസിലും എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. എന്നെ ഒരിക്കലും ജഡ്ജ് ചെയ്യാത്ത, എൻ്റെ എല്ലാ സൈഡിനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഫസില. പറയുമ്പോൾ അവൾ കുറച്ച് ഇൻവേർട്ടറും ഞാൻ കുറച്ച് എക്സ്ട്രോവേർട്ടും ആയിട്ട് കൂടി ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഒടുക്കത്ത ഒരു ഭംഗിയാണ് എനിക്ക് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന ഒരുപാട് കൺസേണിൽ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഫസിലാൻ്റെ അടുത്ത് എനിക്ക് എത്ര പണ്ടത്തെ പോലെ മെസ്സേജ് അയക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ എപ്പോഴും വീട്ടിൽ പോകുന്ന ആളുകളാണ്, ഞങ്ങൾ എപ്പോഴും പുറത്ത് പോകുന്ന ആളുകളാണ്, ഞങ്ങൾ ട്രിപ്പ് പോകുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ പറ്റാത്തത് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിന് പൊതുവെ അങ്ങനെയാണല്ലോ, ഡിസ്റ്റൻസ് അങ്ങനെ വന്നു പോകുമല്ലോ. പക്ഷേ ഞങ്ങൾ അന്ന് നിങ്ങാട്ടിൽ ഒരുപാട് ക്ലോസ് ആണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ ബർത്ത്ഡേ നിന്ന് എന്തൊക്കെ കൊടുക്കണം ഞാൻ കുറേ ആലോചിച്ചു. പക്ഷേ എനിക്ക് അങ്ങനെ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലും കൂടി ആകുമ്പോൾ എനിക്ക് അങ്ങോട്ട് പോയിട്ട് സർപ്രൈസ് കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള, ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന എൻ്റെ ചാനൽ ചെയ്യാൻ, അങ്ങനെ അവർക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു പേജാണ്. എനിക്കറിയാം ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നുമില്ല, പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്താ പറയുക, ജീവിതത്തിൽ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഫസ്റ്റ് വരെ ഫസീലാണ്. അപ്പോൾ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു ഫസീൽ ഉണ്ടാവട്ടെ, നമുക്ക് എപ്പോഴും ഓടി ചെല്ലാൻ ഒരു സ്പേസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യമില്ലേ. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. എന്താ പറയുക, ഒന്നുമില്ല. ഹാപ്പി ബർത്ത്ഡേ ഫസീൽ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ എവറി ടൈം. അപ്പോൾ ഓക്കെ, ബൈ.